അഡ്വക്കേറ്റ് കെ രാംകുമാർ, പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ പോലും തരൂരിനെ പാർട്ടി അവഗണിക്കുന്നത് എന്തിനാണ്? ആ 4 പേരുടെ പട്ടികയിൽ തരൂർ ഉണ്ടായിരുന്നില്ലല്ലോ. വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പതനത്തിൽ ഏറെ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ അല്പം പോലും വിദ്വേഷത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. കാരണം ആ പാർട്ടി ചെന്നെത്തിയിരിക്കുന്ന നിലവാരം കാണുമ്പോൾ വാസ്തവത്തിൽ ദുഃഖം തോന്നും. കഴിവുള്ള ആരെയും അംഗീകരിക്കുന്ന പാരമ്പര്യം ആ പാർട്ടിക്കില്ല. ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു വന്ന ICS പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സ്ഥാനഭ്രഷ്ടാക്കിയ പാർട്ടിയാണത്. അതിനുശേഷം ഇന്ന് വരെ ജനാധിപത്യ രീതിയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം വന്നിട്ടില്ല. ഇത് ശശി തരൂരിന് മാത്രമുള്ളതല്ല. ഷീലാ ദീക്ഷിത് താരതമ്യേന മെച്ചപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹിയുടെ മുഖച്ഛായ മാറ്റാൻ അവർ കാര്യമായി പരിശ്രമിച്ചു. അവർ സോണിയാഗാന്ധിക്ക് ഭീഷണിയാണ് എന്ന ഏഷണി അവരുടെ ചെവിയിലെത്തിയപ്പോൾ പാർട്ടിക്കാർ തന്നെ അവരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോൽപ്പിച്ചു. ഈ പാരമ്പര്യം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടി അത് എത്രമാത്രം നാശഗർത്തത്തിലേക്ക് താണു എന്നത് അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ന് സൺഡേ ഗാർഡിയൻ എന്ന ന്യൂസ് പേപ്പറിൽ താരതമ്യേന വിശ്വസനീയമായൊരു ന്യൂസ് പേപ്പറാണ്. അതിലൊരു സുപ്രധാന വാർത്ത വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരപ്രവൃത്തി നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തെ ആക്രമിക്കാൻ പോകുന്നു. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ചൈനയുമായി യോജിച്ച് അവർ കാശ്മീരിൽ വീണ്ടും കലാപമുണ്ടാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തീരുമാനമെടുത്തത്? ക്ഷമിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധം പാകിസ്ഥാനോടല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധം മതഭീകരതയോടാണ്. പഹൽഗാമിൽ 26 നിരപരാധികളെ നിരായുധർ വെടിവെച്ചപ്പെട്ടത് മതഭീകരതയുടെ അതിക്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അവരോട് ഒരു സഹതാപം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് വരെ കാണിച്ചില്ലല്ലോ. മറിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ സംശയങ്ങൾ ഉണർത്തിയാണ്. ട്രംപ് പറഞ്ഞു ഞാനല്ല നിർബന്ധിച്ചത്, പക്ഷേ ഇവർ പറഞ്ഞു ട്രംപിൻ്റെ പങ്ക് എന്താണെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കണം. ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ബാലിശമായ തടസ്സങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഇല്ലേ എന്ന് സംശയിക്കേണ്ടത്. അജണ്ട വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് കക്ഷിയുടെ തീരുമാനമെടുക്കുന്നത് ആ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻറ്റിനെ മറികടന്നുകൊണ്ട് നെഹ്റു കുടുംബത്തിലൊരു അംഗം 4 പേരെ ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് നിർദ്ദേശിച്ചു. ആരാണ് 4 പേര്? 2 പേര് അറിയപ്പെടുന്ന പാകിസ്ഥാൻ അനുകൂലികൾ, മറ്റൊരാൾ ഖാലിസ്ഥാൻ അനുകൂലി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച പഴയ മന്ത്രി വരെ ചോദ്യാർഹമായ പല പ്രവൃത്തികളിലും ഏർപ്പെട്ട ആളാണ്. അപ്പം ഈ ലിസ്റ്റ് കൊടുത്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ജനങ്ങളുടെ ഇടയിലുള്ള ധാരണകളും അറിയാത്ത ആളല്ലല്ലോ നെഹ്റു കുടുംബത്തിലെ അംഗം. എന്നിട്ടും എന്തുകൊണ്ട് ശശി തരൂരിനെ പോലൊരു പ്രഗത്ഭനെ, മനീഷ് തിവാരിയെ പോലൊരു പ്രഗത്ഭനെ, ഖുർഷീദിനെ പോലെ ഒരു പ്രമുഖനായ ബാരിസ്റ്ററെ ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് 2 പാകിസ്ഥാൻ അനുകൂലികളെ തന്നെ ലിസ്റ്റിൽ എന്തുകൊണ്ട് കുത്തിച്ചേർത്തു? ഇത് രാജ്യം
ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കോൺഗ്രസ്സുകാരോട്. പക്ഷെ മറിച്ച് കോൺഗ്രസ്സുകാർ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ നെഹ്റു കുടുംബത്തിൻ്റെ കാര്യസ്ഥന്മാർ കേരളത്തിലടക്കമുണ്ട്. അവരിൽ പലരും ചോദിക്കുകയാണ്, ശശി തരൂർ പാർട്ടി വിട്ടു പോയെങ്കിൽ നന്നായിരുന്നു എന്ന മട്ടിലാണ് സംസാരിക്കുക. അത്രമാത്രം അസൂയയും അസഹിഷ്ണുതയും തരൂരിന് നേരെ പ്രകടിപ്പിക്കുന്നത് അപകർഷബോധത്തിൻ്റെ ലക്ഷണമാണ്. കാരണം കോൺഗ്രസ്സിലെ സമന്വിതരായ നേതാക്കളില്ല. ഏതെങ്കിലും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ആശയങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ കഴിവുള്ള നേതാക്കന്മാരെ പാർട്ടിയിലില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്ത പലർക്കും ഇംഗ്ലീഷ് ഭാഷ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതാണ്. മിസ്സിസ് ചതുർവേദി, കനിമൊഴി തുടങ്ങിയ ആളുകൾ വളരെ നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം. അവരെ അയക്കുന്നത് വിദേശത്താണ്. വിദേശത്ത് പോയ ഹിന്ദിയിലോ തമിഴിലോ എല്ലാം സംസാരിക്കുക, ഇംഗ്ലീഷിലാണ്. ആ ഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്ത് ഭാരതത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും വിദേശ രാജ്യത്തെ അറിയിക്കാൻ യുക്തമായ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം പാകിസ്ഥാൻ അനുകൂലികളായ 4 പേരുടെ പേര് എന്തുകൊണ്ട് നെഹ്റു കുടുംബത്തിലൊരംഗം കൊടുത്തു എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനങ്ങൾ അവരോട് ചോദിക്കണം. ചോദിക്കാൻ ഒരുപാടുണ്ട്. കാരണം നെഹ്റു മുഹമ്മദ് അലി ജിന്ന പോലെ തന്നെ സഹസ്ഥാപകനാണ് പാകിസ്ഥാൻ്റെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് കാശ്മീർ പ്രശ്നം മുഴുവൻ ഈ രാജ്യത്തിന് സമ്മാനിച്ചത്. തീരാത്ത ശാപമായി മാറിയ കാശ്മീർ പ്രശ്നം. കാശ്മീർക്കാരനാണ്, ജന്മം കൊണ്ട് കാശ്മീർക്കാരനാണ്. എന്നിട്ടും ഈ പ്രശ്നം രാജ്യത്തിൻ്റെ തലയിലടിച്ച് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ആ പ്രശ്നം തീരാതെ കൊണ്ട് നടന്ന ജവഹർലാൽ. മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിലേക്ക് ആ തർക്കം എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. എത്തിയിരുന്നെങ്കിൽ സ്ഥിതി ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻ. അപ്പം ഇത്രമാത്രം ഈ കുടുംബം ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം ഇപ്പോഴത്തെ ആ കുടുംബാംഗങ്ങളും തുടരുകയാണ്. എന്തിനാണ് എന്നുള്ളതാണ്. പ്രതികരിക്കുന്നവരെ പ്രതിഭകളെ അംഗീകരിക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശശി തരൂർ. തരൂരിനോട് പ്രത്യേകിച്ച് കോൺഗ്രസ് പിടിമുറുക്കിയിരിക്കുന്ന കുടുംബ ആധിപത്യത്തിന് വലിയ അസൂയയാണ്.